السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل آيات بينات وكتابا مبينا بيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقاء جديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في الدرس الحادي ونൂറ്റി ഒന്നാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നാം 100 ക്ലാസ്സുകൾ പൂർത്തീകരിച്ചു. ക്ലാസ് 100-ൽ അധികം നടന്നിട്ടുണ്ട്. റിവിഷൻ, വ്യാകരണം, അങ്ങനെ അഡീഷണൽ ആയിട്ട് കുറച്ചൊക്കെ നടന്നു. എന്തായാലും ദർസ് 101-ാമത്തേതാണ് പാഠം ക്ലാസ്സിൽ. ഇത്രയും നാള് നമ്മോടൊപ്പം സഞ്ചരിക്കാൻ, ഖുർആന്റെ പാതയിൽ സഞ്ചരിക്കാൻ നമുക്ക് തൗഫീക്ക് ലഭിച്ചിരിക്കുന്നു. അള്ളാഹിന്റെ അപാരമായ അനുഗ്രഹം. എപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ ഞാൻ ആവർത്തിച്ച് പറയുന്നത് അതിന്റെ പ്രാധാന്യം കൊണ്ടാണ്. ശുക്ർ ചെയ്യുക, ഹംദ് ചെയ്യുക, അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമുക്കും ഇതിന്റെ പിന്നിൽ നമുക്ക് സൗകര്യം ഒരുക്കി തരുന്ന നമ്മുടെ ബന്ധുക്കൾ, ബന്ധുമിത്രാദികൾ, അതേപോലെ ജീവിത പങ്കാളികൾ, മക്കൾ, പലരും പല രീതിയിൽ സൗകര്യം ഒരുക്കി തരുന്നുണ്ട്. അതേപോലെ ഇതിന്റെ പിന്നണി പ്രവർത്തകർ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഈ സംരംഭം ഒരു വിജയത്തിലെത്താനും കാലാകാലവും നിലനിൽക്കുന്ന രീതിയിൽ ഇതിനെ അവശേഷിപ്പിക്കാനും അള്ളാഹ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെങ്കിൽ അത് നിലനിൽക്കും, അല്ലാത്തതാണെങ്കിൽ ഒലിച്ചു പോകുന്നതാണ് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. കാലഘട്ടത്തിന്റെ ആവശ്യമാണെങ്കിൽ നിലനിൽക്കും, ഇല്ലെങ്കിൽ അത് ഒലിച്ചു പോകും. ഏതായാലും അള്ളാഹ് അതിനെ അതിന്റെ നിലനിർത്തേണ്ട രീതിയിൽ നിലനിർത്തട്ടെ. നമ്മള് ക്ലാസ് കുറേശ്ശെ നമ്മൾ നേരത്തെ നിർത്തണം. നമ്മള് ഫൈനലായതുകൊണ്ട് ഇനി ഒരുപാട് പ്രസംഗിക്കാനൊന്നും, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി, ബാക്കി കാര്യങ്ങൾ നമ്മുടെ കയ്യിലുള്ള വ്യാഖ്യാന ഗ്രന്ഥങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളും നമ്മൾ വർദ്ധിപ്പിക്കണം. ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങളും വർദ്ധിപ്പിക്കണം. നമ്മൾ ഭാഷാപരമായിട്ടുള്ള പഠനമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാനൊരു വോയിസ് ക്ലിപ്പ് ഇട്ട് അത് കേട്ടിട്ടുണ്ടാവും എല്ലാവരും. അതേപോലെ അറിയാത്ത പദങ്ങൾ ഇസ്ലാം പറഞ്ഞു, നേരത്തെ അയച്ചെന്നില്ലെങ്കിൽ ഇന്നാണ് അയച്ചെന്നെങ്കിലും ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് അത് നോക്കിയിട്ട് വരാൻ പറഞ്ഞു. അതേപോലെ ഇന്നത്തെ പുതിയ വാക്കുകളുടെ ഒരു സമ്മറി ചെറുതായിട്ടൊരു വോയിസ് ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. ഇടയ്ക്ക് കേട്ട് നോക്കുകയും ചെയ്യാം. ആ രീതിയിൽ ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് അത് കേട്ട് വന്നാൽ കുറെ കൂടെ നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ നമുക്ക് എളുപ്പമാകും. അപ്പോ 100 ക്ലാസ് കഴിഞ്ഞപ്പോൾ ഖുർആനിലെ 82% പദങ്ങൾ നാം കവർ ചെയ്തിട്ടുണ്ട്. നേർക്ക് നേരെ പഠിച്ചു. നിങ്ങൾക്ക് 90-95% വാക്കുകൾ കിട്ടും. അത് അഡീഷണൽ നിങ്ങളുടെ പ്രയത്നം കൊണ്ട് കിട്ടും. നമ്മൾ എത്രത്തോളം ഖുർആൻ വായിക്കുന്നു, എനിക്കറിയുന്ന വാക്കുകൾ എത്ര എന്ന് കണ്ടെത്തുന്നു, അതിലൂടെ നിങ്ങളുടെ ഒരു അറിവ് വേറെ രീതി വർദ്ധിക്കും. അള്ളാഹുമായിട്ട് ഒരു ചാനെടുത്താൽ അള്ളാഹ് ഒരു മുഴമെടുക്കും. അള്ളാഹുമായി ഒരു മുഴമെടുത്താൽ അള്ളാഹ് ഒരു മാറെടുക്കും. അള്ളാഹുമായിട്ട് നടന്നെടുത്താൽ അള്ളാഹ് ഇങ്ങോട്ട് ഓടിയെടുക്കും. ഒക്കെയാണ് ഖുദ്സിയായ ഹദീസിൽ പറയുന്നത്. അപ്പൊ ആ രീതിയില്ല. റഹ്മാൻ അല്ലമൽ ഖുർആൻ, അള്ളയാണ് കാരുണ്യവാനായ അള്ളയാണ് ഖുർആൻ പഠിപ്പിക്കുന്നതൊക്കെ ഖുർആൻ പറയുന്നില്ല. ആ അർത്ഥത്തിൽ അള്ളാഹ് നമുക്ക് കൂടുതൽ ഗ്രഹണശേഷി ഉണ്ടാക്കും, പഠനശേഷി ഉണ്ടാക്കും. നമ്മൾ എങ്ങനെയൊക്കെയോ കൂടുതൽ പദങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് 95% കിട്ടുന്നത്. നമ്മൾ നേർക്ക് നേരെ 82% പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കാൽക്കുലേഷൻ ചെയ്തിട്ടില്ല, അക്യുറസി നമ്മൾ നോക്കിയിട്ടില്ല. കാരണം ഇപ്പൊ അങ്ങനെ പോകാൻ പറ്റില്ല. എപ്പോഴും കണക്ക് നോക്കിയിട്ടിരിക്കുക നമ്മൾ പഠിപ്പിക്കുന്നതനുസരിച്ച്. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ലാബിസിൻ എന്ന വാക്ക് പഠിച്ചു. ലബിസ എന്ന പഠിക്കാൻ പോകണം. നമ്മൾ ലബിസ എന്ന ക്രിയാരൂപത്തിൽ നിന്നും വന്നതാണ്. അങ്ങനെ അതുമായി പഠിക്കുന്ന വാക്കുകളുമായി ബന്ധപ്പെട്ട പല പദങ്ങളും നമുക്ക് വരും. അങ്ങനെ നമ്മൾ വൊക്കാബുലറി വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കും. പിന്നെ വ്യാകരണം പഠിച്ചുകൊണ്ടിരിക്കുന്നു, വ്യാകരണം വർദ്ധിപ്പിക്കുന്നു. പിന്നെ പദപരിവർത്തന പട്ടിക പഠിക്കുന്നു, അതിലൂടെ കിട്ടുന്നു. അങ്ങനെ പലതിലൂടെയും നമുക്ക് വൊക്കാബുലറി വർദ്ധിക്കുക. നമുക്ക് 23 മുതൽ 28 വരെയുള്ള സൂക്തങ്ങളാണ് പരിശോധിക്കുന്നത്.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لابثين فيها أحقابا لا يذوقون فيها بردا ولا شرابا إلا حميما وغساقا جزاء وفاقا إنهم كانوا لا يرجون حسابا وكذبوا بآياتنا كذابا. നമ്മൾ മൊത്തം അമ്മ ജിസുവിനെ 104 ഭാഗങ്ങളായിട്ട് തിരിച്ചപ്പെടുന്ന ഒരു ഭാഗമാണ്. അപ്പൊ പരസ്പരം ബന്ധപ്പെടുത്തി നോക്കിയാൽ നാം പഠിച്ചു നിർത്തിയത് ഇന്ന ജഹന്നമ കാനത്ത് മിർസാദ ലിത്വാഗീന മആബ എന്നാണ്. അതിന്റെ വിശദീകരണമാണ് ബാക്കി. ലാബിസീന ഫിഹ അഹ്ഖാബ. ലാബിസീൻ എന്താണ് അതിന്റെ മാളി എന്താണെന്ന് പറഞ്ഞത്? ലബിസ. ലബിസ. ഫമാ ലബിസ അൻ ജാഅ ബിഅജ്ലിൻ സമീം എന്ന് പറഞ്ഞിട്ടുണ്ട്. ലബിസ. ഫമാ ലബിസ എന്ന് പറഞ്ഞാൽ താമസിച്ചില്ല. അവിടെ വൈകിയ എന്ന അർത്ഥമാണ് വന്നിരിക്കുന്നത്. താമത്തെ അഖറ എന്ന അർത്ഥത്തിലാണ്. മരക്കൾ വന്നപ്പോ ലബിസക്ക് വൈകി എന്നർത്ഥമുണ്ട്. താമസിച്ചു എന്നാണ് ശരിക്കും അതിന്റെ അർത്ഥം, വൈകി എന്നല്ല. ഫമാ ലബിസ എന്ന് പറഞ്ഞാൽ അധികം താമസിച്ചില്ല, അധികം തങ്ങിയില്ല എന്ന അർത്ഥത്തിലാണ്. അപ്പോ ലബിസയുടെ സാദൃശ്യ പദമാണ് എന്ത്? നമ്മൾ അതുപോലുള്ള സ്വരസാദൃശ്യമുള്ള വാക്കുകൾ പഠിച്ചില്ലേ? ഇതിനോട് സാദൃശ്യമുള്ള വാക്കാണ് ലബിസ. സീന്. സീനിട്ട എന്താ അർത്ഥം? ലബിസ. യൽബസൂന മിൻ യൽബസൂന അങ്ങനെയുള്ള പരസ്പരങ്ങൾ. വസ്ത്രം. ലബിസ വസ്ത്രം ധരിച്ചു. ലിബാസ് വസ്ത്രം. ഇതിനെല്ലാം തമ്മിൽ മാറിപ്പോരുത്. ലബിസ സ ഇട്ടാല് താമസിച്ചു. ലബിസ സീനിട്ടാൽ വസ്ത്രം ധരിച്ചു. പിന്നെ അഹ്കാബ്. അഹ്കാബിന്റെ ഏകവചനമാണ് ഫൗഖബ്. ഫൗഖബുൻ. ഫൗഖബുൻ. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഹഖബുൻ എന്ന വാക്ക്? ഖുർആനിൽ കേട്ടിട്ടുണ്ട് ആരെങ്കിലും ഉണ്ടോ? അത് സമയത്തിന് അയ്യുവാഹിദിൻ മിൻകും ആരും കേട്ടിട്ടില്ല. ആരും കേട്ടില്ല. ഔ അംളിയ ഹഖബ. ഖദർ അലൈഹിസ്സലാം കൂടെ സഞ്ചരിച്ചു പോയിട്ട് അതെ, മൂസാ നബി അലൈഹി സ്വലാമിനെയും കൃത്യം കൂടെ പോയപ്പോൾ എന്താ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞത്? ഞാൻ അവിടെ ചെല്ലുന്നവരെ ഭക്ഷണം കഴിയില്ല. ഔ അംളിയ ഹഖബ, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് കഴിഞ്ഞു പോകും. മലായംലി അംലി, ഞാൻ കഴിഞ്ഞു പോകും. അപ്പൊ ഇതിന്റെ ഏകവചനമാണ് അത്. നമ്മൾ വെറുതെ വായിച്ചു പോയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായില്ലേ? നമ്മൾ ജീവിതത്തിൽ എത്ര പ്രാവശ്യം മൽക്ക് വായിച്ചിട്ടുണ്ടാവും? എത്ര ആഴ്ച കടന്നുപോയി? ഒരാഴ്ച, ഒരു മാസം, വർഷം ആകുമ്പോ 52 ആഴ്ച. അപ്പൊ 10 വർഷം ആയപ്പോഴത്തേക്ക് 510 പ്രാവശ്യം വായിച്ചു. ചുരുങ്ങിയത്. അപ്പം അതാണ് ഹുഖബുൻ യുഗം, അഹ്കാബ് യുഗങ്ങൾ. ലബിസ താമസിച്ചു, ഹുഖബുൻ ജംഉഹു അഹ്കാബ് യുഗങ്ങൾ. ലാ യദൂഖൂന. യദൂഖൂനയുടെ മാദി എന്താണ്? റാഖ. റാഖ യദൂഖു. റാഖ. അതിന്റെ കൽപ്പന റാഖ യദൂഖുന്റെ കൽപ്പന. ഖാല യഖൂലുന്റെ കൽപ്പന ഖുൽ. ഖാല യഖൂലു ഖുൽ റാഖ യദൂഖു ദുഖ്. ഓക്കെ. ബർദ്. ബർദ് നമുക്കറിയാം, തണുപ്പ്. തണുപ്പ്. ഷറാബ് പാനീയം. സിറപ്പ്. ഇതിന്നാണ് സിറപ്പ് എടുത്തത്. പക്ഷെ അവര് സിറപ്പ് അറബിയിൽ നിന്നും ബോറോ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ ബോറോഡ് ലാംഗ്വേജ് ഒക്കെ നോക്കുമല്ലോ, ബോറോഡ് വേർഡ്
ഒരു വാക്കിന്റെ ഒറിജിനൽ റൂട്ട് നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് സ്പാനിഷിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂറോപ്യൻ വാക്കുകളിൽ നിന്നായിരിക്കും, യൂറോപ്യൻ ലാംഗ്വേജിൽ നിന്നായിരിക്കും അത് ഇംഗ്ലീഷിലേക്ക് കടമെടുത്തതായിട്ട് കാണുക. ലാറ്റിൻ എപ്പോഴും ലാറ്റിനാണ്, ലാറ്റിൻ എന്നൊക്കെ കടമെടുത്തെന്നാണ് പറയാ. പക്ഷെ യഥാർത്ഥത്തില് അവര് എവിടെ നിന്ന് എടുത്തത്? അറബിയിൽ നിന്ന് എടുത്തത്. അപ്പൊ ഇത് പല കൈവഴി മറിഞ്ഞിട്ടാണ് ഇംഗ്ലീഷ് എത്തുന്നത്. കാരണം ഇംഗ്ലീഷ് 1500 ശേഷമല്ലേ വന്നത്. അതിന് മുമ്പ് അത് പുറത്തേക്ക് കൊടുത്തായിരുന്നു. അങ്ങനെ സിറപ്പുണ്ട്. ഇല്ല ഹമീമുൻ. ഹമീം എന്താ? ഹമീം എന്ന് പറഞ്ഞാൽ ചുട്ടുപൊള്ളുന്ന എന്നാണ്. അപ്പൊ ഹമീം നരകത്തെ കുറിച്ചും ഹമീം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നരകത്തിലെ ശിക്ഷയെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ ഹമീം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സുഹൃത്തുക്കളെ കുറിച്ച് പറഞ്ഞപ്പോഴും ഹമീം എന്ന് പറഞ്ഞു. വലാ യസ്അലു ഹമീമുൻ ഹമീമൻ. എന്താർത്ഥം? അവിടെ ഊഷ്മള ബന്ധമുള്ള സുഹൃത്ത് എന്നർത്ഥം. ചൂടേറിയ ബന്ധമുള്ള സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അത്രയും ആത്മബന്ധമുള്ള സുഹൃത്ത്. ഇവിടെ ഹമീം എന്താണ്? ചുട്ടുപൊള്ളുന്നത്. ചുട്ടുപൊള്ളുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് അവന് ഷറാബായിട്ട് കിട്ടുന്നതെന്നാണ്. ഷറാബായിട്ട് കിട്ടുന്നത് ചുട്ടുപൊള്ളുന്നത് എന്ന് പറഞ്ഞാൽ അത് ലിക്വിഡ് ആയിട്ടുള്ള കുടിക്കുന്ന കാര്യം സാധനത്തെ കുറിച്ചാണ്. അതുകൊണ്ടാണ് ചുട്ടുപൊള്ളുന്ന പാനീയം എന്ന് അർത്ഥം കൊടുത്തത്. സിറപ്പെന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്ത് സിറപ്പ്? അവർക്ക് ബർദും സിറപ്പൊന്നും കിട്ടൂല. ഇല്ല ഹമീം, ഹമീമായിട്ടുള്ളതല്ല. അപ്പൊ അതാണ്. അതുകൊണ്ടാണ് വെള്ളത്തിന് ഷറാബ് പറയില്ലല്ലോ. വെള്ളത്തിനോ? വെള്ളത്തിന് നമ്മൾ ജ്യൂസ് എന്ന് പറയുമോ? വെള്ളാണ്. അതെ, മാ എന്ന് പറയുമ്പോൾ വെള്ളം, ഒറിജിനൽ വെള്ളം. അല്ലാത്തതിന് നമ്മൾ സിറപ്പ് എന്ന് പറയുന്നത്. ഹമീമ് ഗസ്സാഖ്. ഗസ്സാഖ് എന്ന് പറഞ്ഞാൽ ഞാൻ വോയിസ് തന്നിട്ടുണ്ട്. എന്താ കേട്ടത് നിങ്ങള്? ചലം. വ്രണങ്ങളിൽ നിന്നും ഒലിക്കുന്ന നീര്, അതിനാണ് ചലം എന്ന് പറയുന്നത്. അപ്പം ആ വ്രണം എന്ന് പറഞ്ഞാൽ മുറിവിൽ നിന്നും ഒലിക്കുന്നതല്ല. ആ മുറിവ് മോശമായതിനു ശേഷം, അങ്ങനെ വ്രണം ആയതിനു ശേഷം, മുറിവ് വ്രണം ആയതിനു ശേഷം അതിൽ നിന്നും ഒലിക്കുന്നത്. അപ്പൊ അതിന് ദുർഗന്ധവും ഉണ്ടാകും. അങ്ങനെ ദുർഗന്ധമുള്ളതും മലിനവും രോഗാതുരവുമായ ചലം, രോഗാതുരവുമായ നീര്, അതിനാണ് ഗസ്സാഖ് എന്ന് പറയുന്നത്. രോഗാണുക്കൾ അടങ്ങിയതുമായ നീര്, അതാണ് ഗസ്സാഖ്. അപ്പൊ അതിനോട് അടുക്കാൻ തൊള്ളാൻ പോലും ആരും ആഗ്രഹിക്കില്ല. പിന്നെ അതാണ് അവർക്ക് കുടിക്കാൻ കിട്ടുക. അപ്പൊ അത് എന്ത് ചെയ്യും? അവര് കുടിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് വേറെ ഒന്നും കുടിക്കാനല്ല എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും? അത് കുടിച്ചു പോകും എന്നാണ്. വിഫാഖ് എന്ന് പറഞ്ഞത് ജിഹാദ് പോലെയാണെങ്കിൽ, വിഫാഖ് എന്ന് പറഞ്ഞത് ജിഹാദ് പോലെയാണെങ്കിൽ വിഫാഖിന്റെ മാവി എന്തായിരിക്കും? അങ്ങനെ കിട്ടി. ഇങ്ങനെയാണ് ഒരു വാക്ക് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിനാണ് നമ്മൾ പട്ടിക പറഞ്ഞു പഠിക്കുന്നത്. പട്ടിക പറഞ്ഞ് അങ്ങനെ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതേപോലെ ടപ്പ് എന്ന് പറഞ്ഞു കിട്ടും. വാഫക്ക എന്ന് പറഞ്ഞാൽ യോജിച്ചു വന്നു. വാഫക്ക എഗ്രീഡ് എന്നൊക്കെ പറയും. മുവാഫിഖ്, എഗ്രി ചെയ്തവൻ. മുവാഫിഖ്, നീ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു എന്ന് പറയുന്നത് മുവാഫിഖ് എന്ന് പറയും. മുജാഹിദ് പോലെ. അപ്പൊ വാഫക്ക യോജിച്ചു വന്നു. വിഫാഖ്, ജിഹാദ്, യോജിച്ചു വരുന്നത്. അതെ, വിഫാഖൻ, യോജിച്ച പ്രകൃതി. ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബ. യർജൂന, റജ, യർജു. റജ, യർജു, പ്രതീക്ഷിച്ചു. ഹിസാബ്, വിചാരണ. കസ്സബൂ ബിആയാതിനാ കിസ്സാബ. കസ്സബയുടെ യഥാർത്ഥത്തിൽ ക്രിയാപദം വരേണ്ടത്
കസ്ദബയുടെ ക്രിയാധാതു എന്താ പറയാ? കിതാബ് കസ്ദബയുടെ ക്രിയാധാതു കഥ കസ്ദബയുടെ ക്രിയാധാതു സബ്ബഹ പോലെ മുസബ്ബിൻ മുസബ്ബഹുൻ തക്ദീബുൻ തക്ദീബുൻ. തക്ദീബുൻ തക്ദീബ് ഇത് നമ്മളെ പരീക്ഷയ്ക്ക് പഠിച്ചതാണ്. കസ്ദബ പഠിച്ചില്ലേ? കസ്ദബ അസ്ദബയൊക്കെ അല്ലേ ആദ്യം പഠിച്ചത്. സബ്ബഹയുടെ കൂടെ സബ്ബഹയുടെ കൂടെ പിന്നെ എന്താ പഠിച്ചത്? സബ്ബഹ അസ്ദബ സബ്ബഹ നസ്സല നസ്സല അസ്ദബ അങ്ങനെ പഠിച്ചില്ലേ? അപ്പൊ ഇതായിരുന്നു കസ്ദബ ഉണ്ട്. കസ്ദബ കളവാക്കി. അങ്ങനെയാണെങ്കിൽ തക്ദീബാണ് എന്റെ ക്രിയാധാതു. അതിന് മറ്റൊരു ക്രിയാധാതുവാണ് കിദ്ദാബ്. കളവാക്കൽ. അപ്പൊ കസ്ദബ ഫതഹിട്ടിട്ട് ക്രിയാധാതു പറയുമ്പോൾ തക്ദീബ് വരുമ്പോൾ ഒരു മീനിങ് ആണ്. കിദ്ദാബ് വരുമ്പോഴത്തേക്ക് എന്താണ്? അത് വല്ലാത്ത കളവാക്കലായി. ആർത്ഥത്തിലാണ് കിദ്ദാബ്. യഥാർത്ഥത്തിൽ കളവാക്കലിന് പിന്നെ കസ്ദബുവിന്റെ കൂടെ തക്ദീബ് അല്ലെങ്കിൽ കിദ്ദാബ് ഉപയോഗിച്ച് എന്തായിരിക്കും അർത്ഥം വരിക? അതിന്റെ തീവ്രത പറയാൻ വേണ്ടിയാണ് ക്രിയാധാതു ഉപയോഗിക്കുന്നത്. ക്രിയയുടെ കൂടെ ക്രിയാധാതു ഉപയോഗിക്കുന്നത് അതിന്റെ തീവ്രത, എണ്ണം, വണ്ണം, രീതി, ഭാവം ഒക്കെ പറയുന്നതിന് വേണ്ടിയാണ്. അപ്പോ അതിന്റെ പ്രകമ്പനത്തിന്റെ തീവ്രത പറയാൻ വേണ്ടിയാണ് ജിൽസാല ആവർത്തിച്ചത്. ആദിത്യല്ലേ? ആധിക്യമാകാം, തീവ്രതയാകാം, എണ്ണമാകാം. ലർബത്തൻ വാഹിദത്തൻ എന്ന് പറയും. അപ്പൊ ഞാൻ അവിടെ ലർബത്തൻ എന്നൊക്കെ പറയുന്നത് എന്തിനാണ്? എണ്ണ അടിയിലെ എണ്ണം പറയുന്നത്. ലർബൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ അടി വെച്ചു കൊടുക്കും. ലർബൻ വാഹിദൻ എന്ന് പറഞ്ഞാൽ ഒരടി. ലർബൻ ഇസ്നൈൻ എന്ന് പറഞ്ഞാൽ രണ്ടടി. അപ്പൊ ആരുടെ എണ്ണം പറയാൻ വേണ്ടിയാണ്. ക്രിയാധാതു പറയുന്നത് പല ആവശ്യത്തിന് വേണ്ടിയാവും. ചിലപ്പോൾ തീവ്രത പറയാൻ വേണ്ടിയായിരിക്കും, ചിലപ്പോൾ അതിന്റെ രീതി പറയാൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ എണ്ണം പറയാൻ വേണ്ടിയായിരിക്കും. ഇവിടെ എണ്ണം പറയുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് കസ്ദബു ബിആയത്തിനെ കിസ്സാബൻ, അവര് വല്ലാതെ കളവായി കളഞ്ഞു എന്നർത്ഥം. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. ലാബിസീന ഫീഹാ അഹ്ഖാബ. ഇപ്പൊ നേരത്തെ പറഞ്ഞു വന്നത് ഇന്ന് ജഹന്നമ കാനത്ത് മിർസാദ. മിർസാദ് എന്തായിരുന്നു? പതുങ്ങിയിരിക്കുന്നതാണ് അതിന്റെ അർത്ഥം. അള്ളാഹ് ശിക്ഷയുമായിട്ട് ഇങ്ങനെ പതുങ്ങിയിരിക്കുന്നു. അങ്ങനെ ആൾക്കാർ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ചാടിക്കാൻ വേണ്ടി ഇരുന്നതാണ് അതിന്റെ അർത്ഥം. എന്താ പതിസ്ഥലം എന്ന് പറഞ്ഞാൽ? നരകം പതിസ്ഥലം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതായത് മനുഷ്യൻ അറിയാതെ അതിൽ ചെന്ന് ചാടുക. മനുഷ്യൻ അറിയുന്നില്ല ഇങ്ങനെ നരകമുണ്ട്, ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ പറയുമല്ലോ. അള്ളാഹ് എവിടെ? അള്ളാഹ് കാണുന്നില്ലല്ലോ. അല്ലെങ്കിൽ നമ്മളെ ശിക്ഷിക്കാനുള്ള ആളാര്? ഇവിടെ നരകം എവിടെ, സ്വർഗം എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല, അനുഭവവേദ്യമാകുന്നില്ല. അതേപോലെ തെറ്റിന്റെ പിന്നാലെ പോകുന്നവൻ എന്ത് ചെയ്യുന്നു? അവൻ മതിമറക്കും എന്ന് പറഞ്ഞില്ലേ? മതിമറക്കുക എന്ന് പറഞ്ഞതാ, അവൻ എങ്ങോട്ടാ പോകണമെന്ന് അവന് തന്നെ അറിയില്ല. ആ രീതിയിൽ അങ്ങനെ അങ്ങ് പോവുകയാണ്. അങ്ങനെ അവനങ്ങ് മതിമറന്ന് പോകുമ്പോഴേക്കും അവിടെ നരകത്തിൽ ചാടുക. അതാണ് മിർസാദ് എന്ന് പറയുന്നത്. അവൻ മതിമറന്ന് പോകുമ്പോ ബാക്കി എന്താ മനസ്സിലായില്ല. ബാക്കി എന്താണ്? ഇത് സംഭവിക്കും. മനസ്സിലായി. മതിമറന്ന് പോകുമ്പോ എന്ത് ചെയ്യും? സംഭവിക്കുക അറിയാൻ അല്ല, നിങ്ങൾ മനസ്സിലായില്ല. അതെ, മതിമറന്നാൽ എന്താ സംഭവിക്കുക? മതിമറന്നാൽ അതിന് മറന്നാല് കുഴി ചെന്ന് ചാടും. അതാണ് നരകം മിർസാദ് എന്ന് പറഞ്ഞത്. അല്ലേ? അല്ലാതെ അള്ളാഹ് അങ്ങനെ ഒളിത്താളത്തിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ശിക്ഷിക്കാൻ വേണ്ടി എന്നല്ല. എന്റെ മനുഷ്യൻ അറിയാതെ ചെന്ന് അതിൽ വീഴും. മനുഷ്യൻ മതിമറന്ന് പോകുമ്പോ അള്ളയെ ആലോചിക്കാതെ, തെറ്റേത് ശരിയേതെന്ന് ചിന്തിക്കാതെ ഇങ്ങനെ ഒരു പോക്കങ്ങ് പോകുമ്പോൾ അവിടെ ചെന്ന് വീഴും. പിന്നീട് ലാബിസീന ഫീഹാ അഹ്ഖാബൻ. അപ്പോൾ തൽക്കാലത്തേക്കൊന്നും അല്ല, അങ്ങനെ യുഗങ്ങളോളം കഴിയേണ്ടി വരും.
പറയാലോ ഇന്ന ഒരു ദിവസം എന്നുള്ളത് കാൻ മിക്കതാറോ 50,000 സന എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് 50,000 വർഷത്തിന് തുല്യം. ഇവിടുത്തെ കണക്ക് നോക്കിയാൽ 50,000 വർഷത്തിന് തുല്യം. അല്ലെങ്കിൽ ആൽഫ സന എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് 1000 വർഷത്തിന് തുല്യമാണെന്ന്. 1000 വർഷം എന്ന് പറഞ്ഞാലും 1000 വർഷം മനുഷ്യൻ ജീവിക്കുന്നില്ല, 100 വർഷം ജീവിക്കുന്നില്ല, എന്നാലും 1000 വർഷം ജീവിക്കുന്നു. അപ്പോൾ മനുഷ്യന് സങ്കല്പിക്കാത്ത അത്രയും ദൈർഘ്യമാണ്, സങ്കല്പിക്കാൻ കഴിയുന്നതിനും അത്രയും അതിനും അധികം ദൈർഘ്യമാണ് അവിടുത്തെ ഒരു ദിവസത്തിനുള്ളത്. അപ്പൊ പിന്നെ അവിടെ യുഗങ്ങളോളം താമസിക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ അതങ്ങനെ പോകുന്നതാണ്. അവർക്ക് യാതൊരു നിലയ്ക്കുള്ള ഒരു ഗുണവും ലഭിക്കുന്നതല്ല. അവിടെ അവർക്ക് സുഖകരമായ ഒരു സംഗതിയും ലഭിക്കുകയില്ല. അതാണ് ബർദൻ, അവർക്ക് ഒരു കുളിരും ലഭിക്കുകയില്ല, വലാ ഷറാബ്, ഒരു തണുപ്പും ലഭിക്കുകയില്ല, കുടിക്കാൻ ഒരു സിറപ്പും അവർക്ക് കിട്ടുകയില്ല. അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഹൊക്കബിന്റെ അഹ്കാബിന്റെ ഏകദിനം എഴുതിയിട്ടുണ്ട്. ഹൊക്കബുൻ ഇല്ല ഹമീമം വഗസ്സാഖ, അവർക്ക് ലഭിക്കുന്നത് ചുട്ടു തിളയ്ക്കുന്ന വെള്ളമല്ലാതെ, അല്ലെങ്കിൽ ചുട്ടു തിളയ്ക്കുന്ന പാനീയമല്ലാതെ, വഗസ്സാഖൻ ജലവും അല്ലാതെ. ഹമീമും ഗസ്സാഖ്. വാഫഖയുടെ പണ്ട് എഴുതിയിട്ടുണ്ട്. ജസാഅൻ വിഫാഖ, അനുയോജ്യമായ പ്രതിഫലം. വാഫഖ യോജിച്ചു വന്നു, വാഫഖ യോജിച്ചു വന്നു, വിഫാഖുൻ യോജിച്ചത് അല്ലെങ്കിൽ യോജിക്കൽ. ജസാഅൻ വിഫാഖ യോജിക്കുന്നതായ പ്രതിഫലം. അവൻ ഇതുവരെയും ചെയ്തുകൊണ്ടിരുന്ന തിന്മയ്ക്ക് യോജിക്കുന്ന അനുയോജ്യമായ പ്രതിഫലമാണ് അവിടെ ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. കാരണം ഇന്നഹും കാനൂലായർജൂൻ, അവർ പ്രതീക്ഷിക്കുന്നവരായിരുന്നില്ല. They have not been expecting എന്ത് ഹിസാബ്, ഒരു വിചാരണയും അവര് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഹിസാബ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ജിഹാദ് പോലെയാണ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ പൂർണ്ണക്രിയ? എന്തായിരിക്കും? അതെവിടെ നിന്ന് കിട്ടി? നേരത്തെ കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ, ഇത് പറഞ്ഞപ്പോഴേ ജിഹാദ് പറയുമ്പോ ജിഹാദ് വന്നപ്പോഴത്തേക്ക് എന്തായി? ഹാസബ എന്ന് പറയുന്നത് ഹാസിബ് എന്നാണ്. അതിന്റെ കൽപ്പന എന്തായിരിക്കും? ഹാസബിന്റെ കൽപ്പന ബഹുവചനം, കൽപ്പനയുടെ ബഹുവചനം ഹാസിബു. അതിനാണ് ഹാസിബു ഹാസബു എന്ന് പറയും. നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ വിചാരണ ചെയ്യുക, നിങ്ങൾ സ്വയം വിചാരണ ചെയ്യുക. നിങ്ങൾ വേറെ വിചാരണയ്ക്ക് വേണ്ടി ഹാജരാകുന്നതിന് മുമ്പ് സ്വന്തം വിചാരണ ചെയ്യുക. അപ്പൊ ഹാസബയുടെ ക്രിയാധാരം എങ്ങനെ വരണം? ഹിസാബ്. പിന്നെ ജാഹദയ്ക്ക് വേറെ ഒരു ക്രിയാധാരം പഠിപ്പിച്ചിട്ടുണ്ട്. ജിഹാദത്തിനല്ല, മുജാഹദത്തിൻ. അപ്പൊ അതേപോലെയാണ് ഇവിടെ മുഹാസബത്ത് എന്ന് പറയും. മുഹാസബത്ത്. ഒരു കളർ വരുന്നുണ്ടോ? ഒരു കളർ വന്ന് കിടക്കുന്നു ലൈനില് രണ്ടിലും. അതെന്തുകൊണ്ടാണെന്നുള്ള എനിക്ക് അറിയില്ല. ഞാനത് റെക്കോർഡ് നോക്കിയപ്പോഴാണ്. ഇപ്പൊ ഭയങ്കര കാണുന്നുമില്ല ചിലത്. സൂം അപ്ഡേറ്റ് ചെയ്തപ്പോഴത്തേക്ക് വന്ന പ്രോബ്ലം അത് ഞാൻ നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. അതെ, കഴിഞ്ഞ പ്രാവശ്യത്തെ റെക്കോർഡ് ഇന്ന് നോക്കിയപ്പോഴാണ് ഞാൻ അത് കണ്ടത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഞാൻ അങ്ങോട്ട് അംഗീകരിച്ചില്ല. അതെ, അല്ലേലും ഉസ്താദ് നമ്മള് പറഞ്ഞ അംഗീകരിക്കൂല. ഇപ്പൊ കാണാൻ മനസ്സിലാവുമല്ലോ. നോക്കിയപ്പോഴാണ് എനിക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല. എനിക്ക് അവിടെ ഇതൊന്നും കാണുന്നില്ല സ്ക്രീനില്. എന്റെ വീഡിയോ പിന്നെ ഞങ്ങള് മിണ്ടൂല ഉസ്താദ് പറഞ്ഞു കഴിഞ്ഞാല്. ശരി,
അപ്പൊ കാനൂല അർജുന ഹിസാബൻ, അവർ വിചാരണയെ പ്രതീക്ഷിക്കുന്നവരായിരുന്നില്ല. കാനൂല അർജുന, അതാണ് സംഭവം. കദ്ദബൂബി ആയാത്തിന കിദ്ദാബൻ, അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അങ്ങ് പറ്റ നിഷേധിച്ചവർ, പറ്റ കളവാക്കികളെ. ആയാത്ത് ദൃഷ്ടാന്തങ്ങൾ, തെളിവുകൾ, പ്രമാണങ്ങൾ, ഇതാണ്. ആയത്ത് എന്ന് പറയുന്നത് വെറും സൂക്തമല്ല. ആയത്ത് എന്ന് പറയുന്നത് വെറും സൂക്തമല്ല. ആയത്തിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം പ്രമാണം, തെളിവ്, ദൃഷ്ടാന്തം, അടയാളം എന്നൊക്കെയാണ്. അത് ഈ ഖുർആനിക സൂക്തങ്ങളൊക്കെ പ്രമാണവും തെളിവും ദൃഷ്ടാന്തവും ആയതുകൊണ്ടാണ് ഖുർആനിലെ ഒരു സൂക്തത്തിന് അതിന് ജുംല എന്ന് പറയുന്നതിന് പകരം എന്ത് പറയുന്നത്, അതൊരു വാക്യം എന്ന് പറയുന്നതിന് പകരം ആയത്ത് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ദൃഷ്ടാന്തങ്ങൾ, തെളിവുകൾ, അടയാളങ്ങൾ എന്നൊക്കെയാണ് അതിന്റെ ഭാഷാർത്ഥം. അങ്ങനെ തന്നെയാണ് അതിന്റെ അർത്ഥം. അത് അതിനോട് ബന്ധപ്പെടുത്തിയാണ് അത്. ഖുർആനിക സൂക്തങ്ങളെല്ലാം തെളിവുകളും ദൃഷ്ടാന്തങ്ങളും ആയതുകൊണ്ടാണ് ഖുർആനിക സൂക്തങ്ങൾക്കും അങ്ങനെ പറയും. നമ്മളെ സൂക്തം എന്ന് പറയുന്നത് ശരിക്കുമുള്ള ആയത്തിന്റെ അനുയോജ്യമായ പദമല്ല. നമുക്ക് മലയാളത്തിൽ പറയാൻ വേറെ ഒന്നും വാക്കില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നതേ ഉള്ളൂ. അപ്പോ അത് വൈദിക വചനങ്ങളായിരുന്നാലും അതേപോലെ അള്ളാഹ് കൊടുത്തുകൊണ്ടിരിക്കുന്ന അള്ളാഹ് സുബ്ഹാനഹു വ തആല ദൂതന്മാരിലൂടെ അല്ലെങ്കിൽ അതിന്റെ പ്രവാചകനിലൂടെ കാണിച്ചു കൊടുത്ത അടയാളങ്ങളുണ്ട്. ഒരുപാട് അടയാളങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതും എന്ത് ചെയ്യുന്നു? അത് നിഷേധിക്കുന്നു. മാത്രമല്ല അള്ളാഹ് കൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന, പ്രപഞ്ചത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന അടയാളങ്ങളും ദൃഷ്ടാന്തങ്ങളും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടന്നില്ലേ സംഭവ വികാസങ്ങൾ, പല അടയാളങ്ങളും കാണുന്നുണ്ട്. വെള്ളപ്പൊക്കമായിരുന്നാലും മറ്റ് ഇപ്പൊ വാർത്താ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന എന്താ പറയാ അനാശാസ്യ നടപടികളായിരുന്നാലും എല്ലാം ദൃഷ്ടാന്തങ്ങൾ, അടയാളങ്ങളാണ്. അന്ന് മറിഞ്ഞിരുന്നതിന് ഇപ്പൊ കുറച്ച് കൊണ്ടുവന്നിരിക്കുക. അപ്പോ എപ്പോഴും മറച്ചു വെക്കാൻ കഴിയില്ല. പിന്നെ ഒരു വിഭാഗം അഭിമാനം വിറ്റ് തന്നെ ജീവിക്കുന്നു, അതും വെളിച്ചത്ത് വന്നു. പിന്നെ ഒരു വിഭാഗം എന്താണ്, ഒരു വിഭാഗത്തിന്റെ അഭിമാനത്തിന്റെ പുറത്ത് ചവിട്ടി നിന്നാണ് അവരുടെ എല്ലാ പ്രശസ്തിയും ഉണ്ടാക്കി കെട്ടിപ്പടുക്കുന്നത്. അങ്ങനെയൊക്കെ വിളിച്ചിട്ട് വന്നു. ഇതെല്ലാം ദൃഷ്ടാന്തങ്ങൾ, അടയാളങ്ങളാണ്. സംഭവ വികാസങ്ങളും വാർത്തയിൽ പറഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? അടയാളങ്ങൾ, ദൃഷ്ടാന്തം. അപ്പോ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അങ്ങനെ കാണിച്ചു കൊടുത്തു. ഇപ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തു. പ്രവാചകൻ നേരിട്ട് കാണിച്ചു കൊടുത്തു, അല്ലാത്തയും കാണിച്ചു കൊടുത്തു. അടയാളങ്ങൾ, സൂക്തങ്ങൾ, അധ്യാപനങ്ങൾ, ഇതൊക്കെ അതിനെ എല്ലാത്തിനെയും കദ്ദബൂബി ആയാത്തിന കിദ്ദാബ, ഇതാണ് എല്ലാം ചേർന്നിട്ടാണ് കിദ്ദാബ് എന്ന് പറഞ്ഞു. അപ്പോ ഹമീം എന്താർത്ഥം? ഹമീം തിളയ്ക്കുന്ന വെള്ളം, അല്ലെങ്കിൽ ചുട്ടുകൊള്ളുന്ന സുഹൃത്ത്, ചുറ്റു തിളക്കുന്ന വെള്ളം, അല്ലെങ്കിൽ അടുത്ത സുഹൃത്ത്, ആത്മബന്ധമുള്ള സുഹൃത്ത്, ആത്മബന്ധമുള്ള. അഹ്കാബിന്റെ ഏകവചനം, അഹ്കാബിന്റെ ഏകവചനം ഇനി ആൾക്കാർക്ക് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. വിഫാഖിന്റെ പൂർണ്ണക്രിയ ഏതെന്തായിരുന്നു നമ്മൾ ചോദിച്ചത്? ഹിസാബിന്റെ പൂർണ്ണക്രിയ, ഹിസാബിന്റെ മറ്റൊരു ക്രിയാധാതു മുഹാസബത്ത്. എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന കൗണ്ടിങ്ങിന്റെ അപ്പുറം പോകുന്നത്? നമ്മൾ ആദ്യം കൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ എന്ത് പഠിപ്പിക്കുന്നു ആ പഠിപ്പിക്കുന്നത് മാത്രമേ നമ്മൾ കൗണ്ട് ചെയ്തിട്ടുള്ളൂ. കുറഞ്ഞ പദങ്ങളുടെ എന്നും ആവർത്തനം നമ്മൾ കൗണ്ട് ചെയ്യുന്നില്ല. 5 താഴെയുള്ള പദങ്ങളുടെ എന്നും ആവർത്തനം കൗണ്ട് ചെയ്തിട്ടില്ല. അങ്ങനെയാണ് ഇപ്പോ കൗണ്ടിങ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. അപ്പോ ഖുർആന്റെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. നമ്മള് പിന്നെ മൂന്നാമത്തെ ഭാഗം, നാലാമത്തെ ഭാഗം ബുക്ക് എത്തിന്ന് പറഞ്ഞു. മൂന്നാമത്തേത് ബുക്ക് എത്തിയെന്ന് പറഞ്ഞില്ല, പൈസ അടയ്ക്കാനേ പറഞ്ഞുള്ളൂ. പൈസ അടക്കാൻ 15-ാം തീയതി ഞാൻ അടച്ചിട്ടുണ്ട് പൈസ. അപ്പൊ അടുത്ത 15 വരെ എന്ന് പറഞ്ഞാൽ 15-ന് മുമ്പേ ഡിസ്പാച്ച് ചെയ്യും കേട്ടോ. അപ്പൊ എത്ര ആയിരുന്നു? രണ്ട് ബുക്കിനും കൂടി എത്രയാ പറഞ്ഞേ? 700 രൂപ. 2 ബുക്കില്ല, ഒരു ബുക്കെന്നേ പറഞ്ഞിട്ടുള്ളൂ.
മൂന്നും രണ്ട് നാലും ആ, ഭാഗം. മൂന്നാം മൂന്നും നാലും ഭാഗം. ഭാഗം. നല്ലപോലെ വായിച്ചു നോക്കണേ, മലയാളത്തിലാണ് എഴുതിയത്. 3/4 ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ, 3/4 മൂന്നും ഭാഗം നാലും എന്നൊന്നും ഭാഗം പറഞ്ഞില്ല. നാല്. ഒന്നുകൂടെ കിടക്കുന്ന വായിച്ചോ. മൂന്നാമത്തെ സെമസ്റ്ററും നാലാമത്തെ ആ സെമസ്റ്ററും 3 ഭാഗവും എന്ന് പറഞ്ഞാൽ 4 ഭാഗവും. 3/4 ഭാഗങ്ങളെന്നാണോ? അപ്പൊ ഈ 3 ഭാഗം പുസ്തകത്തിലും 4. ഇതിനകത്ത് തിരി പറഞ്ഞിട്ടുണ്ടല്ലോ, 1-ാം ഭാഗം 2-ാം ഭാഗം സെമസ്റ്റർ 2 3 ഇതിനകത്ത് കൊടുത്തിട്ടില്ലല്ലോ. 3-4 സെമസ്റ്ററിന്റെ 3-4 പുസ്തകം. ആ, സെമസ്റ്റർ 3-4 സെമസ്റ്റർ ഉണ്ട്. ഇതിലും 3-4 സെമസ്റ്റർ അല്ല, 8 സെമസ്റ്റർ ഇതിനകത്തുണ്ട്. അപ്പൊ 8 ഭാഗമല്ല വരുന്നത്. നിങ്ങൾക്ക് ഒരു ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്താൽ പിന്നെ 100 രൂപ കൊടുക്കും. അപ്പൊ അതുകൊണ്ട് രണ്ടും കൂടെ ഒരുമിച്ചാക്കി 100 രൂപ കുറച്ചെന്ന്. 3-4 ഭാഗം ഒരുമിച്ച്. ആ, രണ്ടും ഒന്നാക്കിയതാലേ. ഒരുമിച്ച്. അത് നല്ലതാ. അതന്നെ എല്ലാം നല്ലതിനാണ്. അല്ല, 100 പുതിയ പുസ്തകം നല്ല എളുപ്പമാണ്. പുതിയ പുസ്തകം നല്ല എളുപ്പമുള്ള പുസ്തകം. പുതിയ പുസ്തകം നിങ്ങൾ പബ്ലിക്കിന്റെ ഇടയിൽ പ്രചരിപ്പിക്കണം. കാരണം ഈ 3 അക്ഷരക്രിയകളാണ് എല്ലാവർക്കും പാലൊക്കെ അറിയുന്നത്. ഈ നമ്മൾ പഠിക്കുന്ന ഈ ജാഹിദ് നമ്മുടെ ആർക്കും അറിയില്ല സംഭവം. അതിലേക്കൊന്നും ആരും പോകുന്നില്ല. അവിടം വരെ നമ്മുടെ എക്സാമിന്റെ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ. കഴിഞ്ഞ എക്സാമിന്റെ എക്സാം ഇപ്പൊ വരും. ഇതെല്ലാം എല്ലാം റെഡിയാണ്. അതിന്റെ റിസൾട്ടുകളെല്ലാം ഓരോരോ കവറിലേക്ക് റെഡിയാക്കി വെച്ചോണ്ടിരിക്കുകയാണ്. ആരൊക്കെ ജയിച്ച ആരൊക്കെ തോറ്റു പോലും അറിയാൻ പറ്റും. എന്നിട്ട് 8ാമത്തെ സെമസ്റ്ററിലായി. ആരെയും തോപ്പിക്കാനില്ലാന്ന് പറഞ്ഞിട്ടുണ്ട് പേപ്പർ നോക്കുന്നവർ. അപ്പൊ അതുകൊണ്ടാണ് അടുത്ത കണ്ടിന്യൂസ് തുടങ്ങി. ഓക്കെ. അപ്പൊ ഇത് എഴുതിയിട്ട് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ആരൊക്കെ ഇട്ടു? ഇപ്പൊ എനിക്ക് എഴുതാൻ പറ്റൂല. പ്രശ്നമുണ്ട്. ഞാൻ ലാസ്റ്റ് എഴുതി ഇടും ഇതെല്ലാം. ഏതാണ് എഴുതി പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞേ? എഴുതി സ്കാൻ ചെയ്തിടാൻ, പട്ടിക എഴുതി സ്കാൻ ചെയ്തിടാൻ പറഞ്ഞില്ലേ? ഞാൻ പ്രോബ്ലം എന്ന് പറയാൻ പറ്റുമോ? പറയാം. ഞാൻ ഓപ്പറേഷൻ ചെയ്ത് കിടക്കാണ്, ഇരിക്കാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ഒരുപാട് ഇരുന്ന് നടക്കാനൊന്നും പറ്റില്ല. ഇപ്പൊ 1 മാസമായിട്ടുള്ള 3 മാസം റെസ്റ്റിലാണ്. അപ്പൊ പരീക്ഷയും ചിലപ്പോ എഴുതാൻ പറ്റുമെന്ന് തോന്നല്, പഠിക്കാനും പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെ ക്ലാസ് കേൾക്കും, ഉസ്താദിന്റെ ക്ലാസ് കേൾക്കും കിടന്നുകൊണ്ട്. എവിടം വരെ പറഞ്ഞത്? എവിടം വരെ എഴുതാൻ പറഞ്ഞത്? എന്തായാലും അതിന് ശേഷമുള്ള ഭാഗം നമ്മൾ പട്ടിക തരും, അത് നമ്മൾ എഴുതിയിടുക. ഞാൻ ലാസ്റ്റ് എല്ലാം എഴുതിയിടാം കഴിഞ്ഞിട്ട്. ലാസ്റ്റ് എല്ലാം കൂടെ ഒരുമിച്ച് എഴുതിയാല് അത് പഠനമല്ല. പക്ഷെ എന്തായാലും അല്ല, കുറച്ച് ഞാൻ എഴുതി ഇരുന്ന് എഴുതാൻ പറ്റത്തില്ല. കുറച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. മനസ്സിൽ നിക്കണില്ല. എന്താണ് ലാസ്റ്റത്തെ പട്ടികളെ ഭയങ്കര ടഫ് നിക്കണില്ല മനസ്സിൽ. ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചതാ. അതായത് ഈ ടൈപ്പ് ക്രിയകളെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അത് മനസ്സിലായി. പക്ഷെ ഭയങ്കര അർത്ഥം വ്യത്യാസം വരണേ. അപ്പൊ ഓർമ്മ കിട്ടണില്ല. വ്യത്യാസം വരുന്നില്ല. അത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ മെമ്മറി പ്രാക്ടീസ് നടത്തണം. കൊറേ ടെൻഷനൊക്കെ ഉണ്ട്, അതുകൊണ്ടായിരിക്കാം. അപ്പൊ ടെൻഷനെല്ലാം ഒഴിവാക്കണം. ഈ പുസ്തകമാണോ നിങ്ങളുടെ കയ്യിലുള്ളത്? ആരെങ്കിലും ഈ പുസ്തകമാണോ? ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ആദ്യം പുസ്തകം എടുത്താൽ നിങ്ങൾ എഴുതി ഒപ്പിടാൻ പറഞ്ഞ ഭാഗത്ത് എഴുതി ഒപ്പിട്ടുണ്ടോ? എഴുതി ഒപ്പിടാൻ പറഞ്ഞത് കാണാത്ത ആൾക്കാരും ഉണ്ടല്ലേ? ആശയം മനസ്സിലാക്കി വായിക്കും, എഴുതി ഒപ്പിടാൻ പറഞ്ഞു. പിന്നെ ഈ സെമസ്റ്റർ ആയത് ഞാൻ പൂർത്തിയാക്കും. നമ്മളിത് പൂർത്തിയാക്കും. തുടങ്ങിയ ഡേറ്റ് തുടങ്ങി എഴുതി വെക്കാൻ പറഞ്ഞു. 16ാമത്തെ പേജിൽ എഴുതി ഒപ്പിട്ടിട്ടുണ്ടോ? ഇല്ല. 16ാമത്തെ പേജ്. പേജ് 16. ഈ പുസ്തകമാണെങ്കിൽ 16ാമത്തെ പേജിൽ ഇതാണ്. ഇതിന്റെ സെന്ററിലാണ് ഉള്ളത്. നമ്മുടെ ടെസ്റ്റില് വലിയ ടെസ്റ്റ് ഉസ്താദ് തന്നില്ലേ? നമ്മുടെ കയ്യില് ഉസ്താദിന്റെ എംബ്ലം ഇതാണോ കയ്യിലുള്ളത്? അതല്ല, അത് പുതിയതല്ലേ? ഇതാണോ? അതുണ്ട്.
അത് ഒന്നാം സെമസ്റ്റർ രണ്ടാം സെമസ്റ്റർ നമുക്ക് തന്ന്. ഒന്നാമത്തെ സെമസ്റ്റർ രണ്ടാമത്തെ സെമസ്റ്റർ നമുക്ക് കിട്ടി. അത് പിന്നെ രണ്ടേ പിന്നെ കിട്ടിയുള്ളൂ. അത് പിന്നെ രണ്ടും ഒന്നും കിട്ടി. കിട്ടിയില്ല. അപ്പൊ അതാണ് ഇല്ല. ഇതാണ് നിങ്ങളെ കയ്യിലുള്ളത്. ഇത് ആ അതുണ്ട്. വരെയല്ലല്ലോ, അല്ല അല്ല ഞങ്ങൾ പഴയ ബുക്ക് ഇതാ. ഞങ്ങളുടെ ടെസ്റ്റ് എന്താ ഉണ്ടല്ലോ നിങ്ങൾക്ക് സാർ. കിട്ടിയ ഏത് പുസ്തകമാണെങ്കിലും അതിനകത്ത് ഗോൾ സെറ്റ് ചെയ്യുക, എഴുതി ഒപ്പിടാൻ പറഞ്ഞിട്ടുണ്ട്. ഓ ഇങ്ങനെ സംഭവം കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ബുക്ക് എടുത്ത് നോക്കുക. ഇങ്ങനെ എഴുതി ഒപ്പിടുക. പൂർത്തിയാക്കുന്നു. വായിച്ചു നോക്കിയിട്ട് എഴുതി ഒപ്പിടുക. പൂർത്തിയാക്കും ഇല്ലെന്നുള്ളതല്ല, ഞാൻ പറയുന്ന പോലെ ചെയ്താൽ നിങ്ങളുടെ മെമ്മറി പവർഫുൾ ആയത്. അതായത് ഇതിൽ തന്നെയുള്ള മെമ്മറി, ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ മെമ്മറി വർദ്ധിച്ച് ആരെങ്കിലും ഒരാൾ പറയും ഞാൻ പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം എന്റെ ഓർമ്മശക്തി വർദ്ധിച്ചിട്ടുണ്ട് എന്ന് ആരെങ്കിലും ഒരാളെങ്കിലും പറയാനുണ്ടോ? ഓർമ്മശക്തി വർദ്ധിച്ചിട്ടുണ്ട്. എത്രയോ വർദ്ധിച്ചിരുന്നു. ഒരുപാട് വർദ്ധിച്ചിരുന്നു. ഒരുപാട് വർദ്ധിക്കും. നമ്മൾ പറയുന്ന പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം ഓർമ്മശക്തി വർദ്ധിക്കും. ഇപ്പോഴും നിങ്ങൾ ഓർമ്മശക്തി വർദ്ധിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം പറയുന്നത് കേട്ടോ, ഉസ്താദ് പറയുന്ന കേട്ടിട്ട് കേൾക്ക്. ഇതിന്റെ പുസ്തകത്തിന്റെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോന്നും എടുത്തിട്ട് വീണ്ടും വായിച്ചു നോക്കാം. നമ്മളിപ്പോ അതല്ല ഉള്ളിലും മുതലിനൊക്കെ അടിച്ച് ഭയങ്കര അവസാനത്തിലെത്തി. ഇനി ഒന്നുമില്ല, ഫൈനൽ കഴിഞ്ഞ് അൽബക്കർ തുടങ്ങാൻ പോവാണ്. അപ്പൊ ഇത് ചെയ്തിട്ടില്ല. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിന്റെ ആമുഖത്തിൽ വെറുതെ എഴുതിയിരിക്കുകയാണ്. പഴയ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പാർട്ട് 1 കിട്ടിയ പാർട്ട് 1 എഴുതിയിട്ടുണ്ട്, പാർട്ട് 2 എഴുതിയിട്ടുണ്ട്. അത് മനഃപൂർവ്വം എഴുതിയ ആരെങ്കിലും ഒരാളുണ്ടാവും ഇത് കാണാത്ത. കാരണം എല്ലാവരും എടുത്തിട്ട് എന്താ പഠിക്കാണോ നോക്കിയിട്ട് പാഠം 1 ഓക്കെ 12 ഏത് പാഠത്തിനെ പഠിക്കണം അതാണ് നോക്കുന്നത്. ആമുഖത്തിൽ ഒന്നും വായിച്ചു നോക്കില്ല. കുറച്ച് വായിച്ചു നോക്കിയിരുന്നു. പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് നോട്ട്ബുക്കിൽ എഴുതി ഒപ്പിട്ട് വെച്ച് ആയില്ല, തീർന്നില്ല. മെമ്മറി എക്സസൈസ് തീർന്നില്ല. ബാക്കിയുള്ള പറഞ്ഞു കേട്ടോ. ഈ പുസ്തകമാണെങ്കിൽ ഇതിനകത്ത് ഇതേപോലെ നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞൊരു പോയിന്റ് നിർദ്ദേശങ്ങൾ. പുതിയ ബുക്ക് പുതിയ ആയതിൽ എല്ലാത്തിനും ഉണ്ട് നിർദ്ദേശങ്ങൾ. എല്ലാത്തിനും ഉണ്ട് നിർദ്ദേശങ്ങൾ. ഇതെടുത്ത് വായിച്ചു നോക്കുക. അതിലുണ്ടാവും നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുക. 1 2 ഗോൾ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അറബിയിൽ എന്ത് പറയും? പിന്നെ എന്ത് പറയും? നിസ്കരിക്കാൻ പോകുമ്പോ ആദ്യം ചെയ്യേണ്ടത് എന്താ? നിയ്യത്ത് ചെയ്യണം. അപ്പൊ പഠിക്കാൻ പോകുമ്പോ ആദ്യം ചെയ്യേണ്ടത് എന്താ? പൂർത്തിയാക്കും. അപ്പൊ വീണ്ടും കഴിഞ്ഞ ക്ലാസ് നിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ക്ലാസ് നിയ്യത്ത് ചെയ്യണം. നമ്മൾ ലോഹർ നമസ്കാരം നിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അസർ നമസ്കാരത്തിന് വീണ്ടും നിയ്യത്ത് ചെയ്യണം. പിന്നെ വെയിറ്റ് നിർദ്ദേശങ്ങൾ യഥാവിധി പാലിക്കുക എന്ന് എഴുതിയിട്ടുണ്ടായത്. പിന്നെ ഓരോ ദിവസത്തെയും പാഠങ്ങൾ അന്നന്ന് തന്നെ പഠിക്കുക. ഇന്ന് 9 മണിക്ക് പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ 10 മണിക്ക് പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അടുത്ത ദിവസം സുബൈക്ക് മസ്റ്റായിട്ട് ഇത് ആവർത്തിച്ച് പഠിച്ചിരിക്കണം. മെമ്മറിയുടെ 1ാമത്തെ ഘടകം. 2 ദിവസവും ഒരു ആയത്ത് കാണാതെ പഠിക്കുക. കാണാൻ പഠിക്കുന്നുണ്ടോ? ഒരായത്ത് തന്നെ പഠിക്കണേ, വേറെ ഒന്നും പഠിക്കില്ല. ഒരു ആയത്ത് കാണാതെ പഠിക്കണം. റഹ്മാൻ എന്ന് പറയുന്ന ഒരായത്താണ്. അല്ലമൽ ഖുർആൻ ഒരായത്താണ്. ആടൊന്നും എത്തിയില്ല. ഈ അമ്മ തന്നെ എന്ത് പഠിച്ചില്ല. അപ്പൊ എന്ന് പഠിച്ചില്ലേ? എമ്മന്റെ അതൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് കാര്യമില്ല. ഇപ്പോൾ വീണ്ടും പുതിയത് പഠിക്കുക. ഒരു ചെറിയ ആയത്തെങ്കിലും ഒരു ദിവസം പഠിക്കണമെന്ന് പറഞ്ഞാൽ 2 ദിവസം കൂടുമ്പോ ഒന്നെങ്കിലും പഠിക്കാം. ബൈഹാർട്ട് ആക്കിയില്ല ആകെയുള്ളത്. അപ്പൊ ഇത് പണ്ടത്തെ കാര്യമല്ല പറഞ്ഞു. പുതുതായിട്ട് ദിവസം നിങ്ങള് ആയത്തിന്റെ ഭാഗം അർത്ഥസഹിതമാക്കിയിട്ടുണ്ട്. ഇത് മെമ്മറി എക്സസൈസാ. മെമ്മറി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിവസം ഒരായത്ത്, അല്ലെങ്കിൽ ആഴ്ചയിൽ ടോട്ടൽ ഒരാഴ്ചയിൽ 7 ദിവസത്തിനുള്ളിൽ 3 ആയത്തുകൾ കാണാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ 2-3 ദിവസത്തിനുള്ളിൽ ഒരായത്ത് പഠിക്കുക. ഓക്കെ, 2 ദിവസത്തിൽ ഒരായത്തെങ്കിലും കാണാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ആയത്ത് രാജ്യം മുസമ്മം പോലുള്ള ആയത്ത് പഠിക്കണമെന്നല്ല പറഞ്ഞത്. കൊച്ചു ആയത്ത് തിരഞ്ഞെടുത്തിട്ട് ആ കൊച്ചു ആയത്ത് പഠിക്കുക. അടുത്തത്
ദിവസവും മനഃപ്പാടമാക്കുക. പുതുതായി മനഃപ്പാടമാക്കിയത് നമസ്കാരത്തിൽ പാരായണം ചെയ്യുക. അപ്പൊ നിങ്ങൾ നിസ്കാരത്തിൽ എന്ന് കൈകെട്ടിയാലും ഓടിക്കൊണ്ടിരിക്കുന്നത് മെമ്മറി വർക്ക് ചെയ്യില്ല. അപ്പൊ ഒരു ദിവസം ആലോചിച്ചിട്ട് ഇന്നെന്താണ് ഏത് സുഹൃത്താണോ അവതാരണത്, ഇന്നലെ ഏത് സുഹൃത്ത് മതി, കഴിഞ്ഞ നമസ്കാരത്തിൽ ഏത് സുഹൃത്ത് മതി, അങ്ങനെ മാറ്റി മാറ്റി പാരായണം ചെയ്തിരിക്കുക. പുതുതായി പഠിച്ചത് പാരായണം ചെയ്യുക, മാറ്റി മാറ്റി പാരായണം ചെയ്യുക നമസ്കാരത്തിൽ. അടുത്തത് ദിവസവും അരപ്പേജ് എഴുതിയിട്ട് നമ്മൾ വർക്ക് ചെയ്ത് നമ്പർ ഇടുന്നുണ്ടോ? അത് ശ്രമിക്കുന്നുണ്ട്. ശ്രമിച്ചാ പോരാ. ശ്രമിക്കാന്ന് പറഞ്ഞാൽ ഇവിടം വരെ കൈ അല്ല, എത്തുന്നുണ്ടോ? അത് മുഴുവനായിട്ടുള്ള ഗ്രാമർ പേജ് എല്ലാം ഗ്രാമർ അല്ല, ഈ പറയുന്ന പണി. അതായത് ഒരു ദിവസം നിങ്ങൾ അര പേജ് വായിച്ചിട്ട് അറിയുന്ന വാക്കുണ്ടോ ഇല്ലയോ നോക്കിയിട്ട് നമ്പർ ഡയറിയിൽ എഴുതി വെക്കുന്നുണ്ടോ? എഴുതി വെക്കുന്നുണ്ട്. അതുവരെ എഴുതി വെച്ചു. ഇനി കുറച്ച് ഒരാഴ്ച അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ മെമ്മറി വർക്ക് ചെയ്യും. ഇല്ലാത്തവരുടെ കാര്യമാണ് ചോദിക്കുന്നത്. മെമ്മറി കുറയുന്നവരുടെ കാര്യമാണ്. അതുവരെ എഴുതി വെച്ചു. അന്ന് തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ. ഓക്കെ. മെമ്മറി കുറഞ്ഞ ആള് പറയും. അടുത്തത് ആള് പോയാ? എന്താ പോയോ? ദിവസവും അരപ്പേജ് വായിക്കാൻ പറഞ്ഞു. ഇന്ന് എന്താണ് പഠിച്ചതെന്ന് ഉറങ്ങാൻ നേരത്തെ ചിന്തിക്കുക. ഉറങ്ങാൻ നേരത്തെ ഇന്ന് എന്താ പഠിച്ചതെന്ന് ചിന്തിക്കുക. ഏത് സുഹൃത്താ പഠിച്ചത്, ഏതായത്താ പഠിച്ചത്, എന്ത് വാക്ക് വിചാരം പഠിച്ചു, ഉസ്താദ് എന്തൊക്കെ പറഞ്ഞു, ആരെയൊക്കെ ഫയർ ചെയ്തു, അതൊക്കെ ചെയ്യുന്നുണ്ട്. ദിവസം ഒരാളോട് നിങ്ങൾ ഈ കോഴ്സിനെ കുറിച്ച് പറയുന്നുണ്ടോ? എല്ലാ ദിവസവും പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം എല്ലാ പുസ്തകത്തിലും എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ പുസ്തകത്തിലും എഴുതി വെച്ചിട്ടുണ്ട്. ഒരാളോട് നമ്മള് തമ്മിൽ പറയാല്ലാതെ വേറെ വീട്ടിലുള്ളവരെ എല്ലാരും കൂടിയിട്ട് ഒരാഴ്ചയിൽ ഒരു ദിവസം ഇരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ നിക്കുന്നുണ്ട്. അത് ശരിയാവുമായിരിക്കും. അതാ പ്രാർത്ഥിക്കണ്ടേ. എല്ലാരും കൂടി ആഴ്ചയിൽ ഒരു ദിവസം ഇരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ദിവസവും ഒരാളോട് 1 മിനിറ്റെങ്കിലും ഇതിനെ കുറിച്ച് പറയുക. ഓരോ ദിവസവും ഒരാളോടെങ്കിലും ഇതിനെക്കുറിച്ച് 1 മിനിറ്റെങ്കിലും സംസാരിക്കുക. എന്താണിത്? മെമ്മറി എക്സർസൈസ് ആണ്. ഇത് നമ്മളെ പരസ്യമല്ല. ഇപ്പൊ മെമ്മറിക്ക് ഒരുപാട് എക്സർസൈസ് ഉണ്ട്. അപ്പൊ ഞാൻ തരുന്ന എക്സർസൈസ് നിങ്ങൾ ചെയ്താൽ എനിക്ക് ഗുണം കിട്ടും, നിങ്ങൾക്ക് ഗുണം കിട്ടും. നിങ്ങൾക്ക് മെമ്മറി വർക്ക് ചെയ്യും, എനിക്ക് എന്റെ കോഴ്സ് വേറൊരാളറിയും. പുതുതായി എനിക്ക് ഖുർആൻ ആശയം മനസ്സിലാക്കി വായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അത് അണ്ടർസ്റ്റാൻഡ് ഖുർആൻ മാത്രമേ ഉള്ളൂ. ഇന്നും ഒരു 5 പേരെങ്കിലും ബന്ധപ്പെട്ടു, ചുരുങ്ങിയത്. എണ്ണി നോക്കില്ല, ഇപ്പൊ എണ്ണാൻ സമയമില്ല. ആശയം പഠിപ്പിക്കണം. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരാളോടെങ്കിലും പറയും. നിങ്ങൾ കോണ്ടാക്ട് ലിസ്റ്റ് എടുത്ത് വെച്ചിട്ട് ഞാൻ ഇയാളോട് പറഞ്ഞു, അടുത്ത ദിവസം അടുത്ത ആളോട് പറയും, അടുത്ത ദിവസം വേറൊരാളോട് പറയും, അടുത്ത ദിവസം വേറൊരാളോട് പറയും. 1 മിനിറ്റ് സംസാരിക്കാനാണ് പറഞ്ഞു. ഇങ്ങനെ സംഭവം നിങ്ങൾ നോക്കുക. അങ്ങനെ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക്, ഞാൻ ഈ ഇതിലേക്ക് പോകുന്നില്ല, ക്രിയകളിലേക്ക് പോകുന്നില്ല. നിങ്ങൾ ആ പാഠപുസ്തകം നോക്കിയിട്ട് അതിന്റെ ഇൻട്രൊഡക്ഷനിൽ പേജ് 2, 3, 4 പേജ് എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ, ബാക്കി വോയിസ് ക്ലിപ്പ് തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖുർആൻ യഥാവിധി വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനും തൗഫീഖ് നൽകട്ടെ. അതേപോലെ നമുക്ക് നമ്മുടെ അടുത്ത ജനറേഷനെ, അടുത്ത തലമുറയെ ഇതിലേക്ക് താല്പര്യമുള്ളവരാക്കി മാറ്റുക. അറിവ് ഭാഷയിൽ താല്പര്യമുള്ളവരാക്കി മാറ്റുക. ഖുർആൻ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവരാക്കി മാറ്റുക. ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ താല്പര്യമുള്ളവരാക്കി മാറ്റുക. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാക്കി മാറ്റുക. അത് നമുക്ക് അല്ല അങ്ങനെ പ്രവർത്തിക്കുന്നവരാക്കാൻ വേണ്ടി തൗഫീഖ്. നമ്മുടെ നാട്ടുകാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വിധത്തിലുള്ള ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളും നമ്മുടെ സമൂഹത്തെ അല്ലാഹ് രക്ഷപ്പെടുത്തട്ടെ. അതേപോലെ നമ്മുടെ സമുദായം ഇവിടെയും ഈ രാജ്യത്തും അതേപോലെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലും സമുദായം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്, ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരന്മാരായ ഫലസ്തീനികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. അതേപോലെ മുസ്ലിം ഉമ്മത്തിന് അവരെ കുറിച്ചുള്ള ഒരു ബോധം, അവരെ കുറിച്ചൊരു ഓർമ്മ ഉണ്ടാകട്ടെ. അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മുസ്ലിം ഉമ്മത്തിനും നേതൃത്വത്തിനും ഒക്കെ കഴിയട്ടെ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين. باللقاء بإذن الله، والسلام عليكم ورحمة الله وبركاته. وعليكم السلام وعليكم ورحمة السلام الله. ورحمة الله وبركاته.